നല്ല പടം. കുഴപ്പമില്ല. എന്തോ ക്രൈം കുഴപ്പമില്ല. നല്ല പടമാണ്. കുഴപ്പമില്ല. പേടിച്ച് ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ഡയറക്ഷൻ. എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. ഇനി അവർ പറയട്ടെ. പേടിക്കാനുണ്ട്, ശരിക്കും ഉണ്ട്, പേടിക്കാനുണ്ട്. അടിപൊളിയായിരുന്നു. ശരിക്കും നമ്മൾ സാധാരണ കാണുന്ന പോലെ അല്ല, വിശ്വസിക്കാൻ പറ്റുന്നൊരു ഹൊറർ ത്രില്ലർ. അതെ അതെ തീർച്ചയായും. സൂപ്പർ പടം. നന്നായി വിജയിക്കും. നല്ലൊരു ഹൊറർ മൂവി. നല്ലൊരു കുറച്ചൊക്കെ നന്നായിട്ട് പേടിക്കുന്നു. നല്ല സിനിമ കാണണം കേട്ടോ. അടിപൊളി സിനിമ. നല്ലതായിട്ട് മൊത്തത്തിൽ പേടിക്കാൻ തന്നെയുണ്ട്. നല്ല സിനിമ. അത് കൊള്ളാം. നല്ല സിനിമ. അതെ. അല്ലെ നമ്മുടെ ശ്രേയാഘോഷം ഇവിടെ ഒന്നും മലയാളം പാട്ട് പാടിയില്ല, പിന്നെന്താ കുഴപ്പം? നല്ല സിനിമ കേട്ടോ. അയ്യോ ഞെട്ടാന്ന് വെച്ചാൽ കുറച്ച് എക്സോസിസ്റ്റ്, കുറച്ച് ലിസ, കുറച്ച് മണിച്ചിത്രത്താഴ്, കുറച്ച് ആകാശഗംഗ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു മേക്കിംഗ് ആണ്. അതോടൊപ്പം തന്നെ സീൻ നമ്പർ 7 അങ്ങനെ ഒരു ക്രൈം ത്രില്ലർ. അപ്പം ഒരു ഹൊറർ മോഡലിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണിത്. അതായത് ഒരു നിമിഷം പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താനായിട്ട് ഈ ചിത്രത്തിലെ സംവിധായകന് സാധിച്ചു എന്നുള്ളതാണ്. ഈശ്വർ സുബ്രഹ്മണ്യൻ സാർ ഇതിനു മുമ്പ് ഒരുപാട് പണം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ചെയ്ത് കളയനും ഭഗവതി. അപ്പോൾ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടൊരു കഥ സെലക്ട് ചെയ്ത് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തി തിയേറ്ററിൽ എത്തിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാളത്തെ പരിശ്രമം ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. ഇതിലെ പാട്ടുകളിൽ ആ പാട്ട് സീനുകളെല്ലാം ഒന്നിനൊന്ന് ബെറ്ററാണ്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല ആ സീനുകളെല്ലാം. എന്തായാലും മോശയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോശ മലയാളത്തിൽ കിട്ടിയ ഒരു നല്ലൊരു നടിയാണ്. ഇതിനകത്തൊരു സീൻ എനിക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഭരതനാട്യവും മാർഷ്യൽ ആർട്സും കൂടി മിക്സ് ചെയ്ത് ഒരു പെർഫോമൻസ് ഉണ്ട്. അത് തിയേറ്ററിൽ കയ്യടി വാങ്ങിച്ചൊരു സീനാണ്. നല്ല മൂവിയായിട്ട് എനിക്ക് തോന്നിയത്. സാധാരണ ഞാനങ്ങനെ ഹൊറർ മൂവി കാണുന്ന ഒരാളല്ല, പക്ഷേ ഇന്നിപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയായിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ ഹൊറർ മൂവിയിൽ കുറേ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും, ഇത് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ ഒരു സെക്കൻഡ് ഹാഫിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥ പോകുന്നത് അങ്ങനെയാണ്. ക്ലൈമാക്സും ഓഫ് കോഴ്സ് വളരെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. മോക്ഷ നോ ഡൗട്ട് മലയാളത്തിൽ ആദ്യത്തെ സിനിമ കണ്ടപ്പോൾ മുതൽ മോക്ഷയുടെ മുഖം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മുഖമാണ്. അത്രയും അതുമാത്രമല്ല, മോക്ഷയുടെ ഒരുപാട് ടാലൻറ്റുകൾ ഈ സിനിമയിൽ നമ്മൾ കാണണം. ഡാൻസ് മാത്രമല്ല, നമ്മൾ സിനിമ കണ്ടിട്ട് തന്നെയാണ് നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. നന്നായിട്ടുണ്ട്. My fight scenes were there more than the dance. It was there but it is edited. I didn't like it. Nice. It's really nice. We enjoyed it and I think the storyline was so good. K.V. Anil sir's story and the way Vijayan sir perceived and made the movie so subtle, and I think it engaged us till last. Isn't it? Engaged. Till the end we were sitting and we were watching.